പെസഹ വ്യാഴം ഈ പ്രാർത്ഥന ചൊല്ലൂ. നിങ്ങളുടെ ഏതാഗ്രഹവും സാധിക്കും. വിശ്വാസത്തോടെ ചൊല്ലൂ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ അതിരുറ്റ സ്നേഹത്താൽ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു. അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂവിൽ മനുഷ്യനായി അവതരിച്ചു. എന്നാൽ ഞങ്ങളുടെ പാപം ആ സ്നേഹബന്ധത്തിന് വിള്ളലേൽപ്പിച്ചു. എന്നാൽ പാപത്തിൽ, അന്ധകാരത്തിൽ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ പൊന്നു കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് മനുഷ്യൻ്റെ പാപം പോക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തേക്ക് അയച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു ക്രൂശുമരണം വഹിച്ചു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പീഡകൾ സഹിക്കുന്നതിനും മരിക്കുന്നതിനും മുമ്പുള്ള ഈ രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരോടുകൂടി വിടവാങ്ങൽ ഭക്ഷണം കഴിക്കാൻ ഒത്തുകൂടി. അതേ രാത്രിയിൽ ക്രിസ്തു നമുക്ക് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിയിട്ടുണ്ട്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാതിരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അയൽക്കാർക്ക് ദ്രോഹം ചിന്തിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് തരയണമേ. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചതിൻ്റെ തലേ രാത്രിയായി നാം ഇന്ന് ഓർക്കുന്നു. ദൈവമേ, ഞാൻ പാപിയാണ്. എന്നിട്ടും അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു, കരുതുന്നു, വഴി നടത്തുന്നു. അങ്ങേക്ക് കോടാനുകോടി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. പിതാവേ, ഞാൻ സഹായത്തിനായി വിളിക്കുമ്പോൾ എൻ്റെ അപേക്ഷയുടെ സ്വരം ശ്രവിക്കണമേ. ഞാൻ പലപ്പോഴും പാപത്തിൽ വഴുതി വീഴുന്നു. എന്നെ കരകയറ്റണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ജ്വലിപ്പിക്കണമേ. അമ്മേ മാതാവേ, എനിക്കു വേണ്ടി നിരന്തരം മാധ്യസ്ഥം യാചിക്കണമേ. എൻ്റെ സകല യാചനകളും എന്നെ തന്നെയും പൂർണ്ണമായും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് എൻ്റെ അപേക്ഷയുടെ സ്വരം അങ്ങ് ശ്രവിക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. ക്രിസ്തയേശു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഞങ്ങൾക്കു തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.
നമ്മുടെ സകല അപേക്ഷകളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ഭാരങ്ങളും നമുക്ക് അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. തീർച്ചയായും ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.